നമസ്കാരം. എനർജി ടോക്ക് വിത്ത് EMCയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ അക്രഡിറ്റഡ് എനർജി ഓഡിറ്ററും ഓട്ടോ ട്രാക്ഷൻ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഫൗണ്ടറുമായിട്ടുള്ള ശ്രീ സുരേഷ് ബാബു BV ആണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സർ, എന്താണ് ഈ എനർജി ഓഡിറ്റ്? ഒന്ന് വിശദീകരിക്കാമോ? നമസ്കാരം. എനർജി ഓഡിറ്റ് എന്ന് പറയുന്നത് 2001 എനർജി കൺസർവേഷൻ ആക്ടിലാണ് ഒറിജിനലി ഒരു ഫോർമൽ റെഫറൻസ് എനർജി ഓഡിറ്റിനെ പറ്റിയുള്ളത്. ആ എനർജി ഓഡിറ്റ് ആക്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ എനർജി ഓഡിറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പല ഓർഗനൈസേഷനുകളും മുൻകൈ എടുത്ത് നടത്തുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2001 എനർജി കൺസർവേഷൻ ആക്ടിൽ എനർജി ഓഡിറ്റ് ചില ഇൻഡസ്ട്രികൾക്ക് നിർബന്ധമാക്കുകയും ചില ആൾക്കാർക്ക് അത് വോളണ്ടറി ആക്കുകയും അത് എല്ലാ സംസ്ഥാനങ്ങളിലും അത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് എനർജി ഓഡിറ്റ്? എനർജി ഓഡിറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സ്ഥാപനത്തിലെയോ സംവിധാനത്തിലെയോ ഊർജ്ജ ഉപയോഗം ആ സ്ഥലത്തെ പ്രൊഡക്ഷനോ സർവീസിനോ ആവശ്യമുള്ളതിൽ കഴിഞ്ഞ് അനാവശ്യമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തി അത് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ഡോക്യുമെൻ്റാണ് എനർജി ഓഡിറ്റ് എന്ന് പറയുന്നത്. ആ എനർജി ഓഡിറ്റിനകത്ത് ഈ പറഞ്ഞ ഊർജ്ജവുമായി ബന്ധപ്പെട്ട പ്രോസസ്സും ഒക്കെ സ്റ്റഡി ചെയ്ത് ആ സ്റ്റഡിയിൽ എനർജി ലോസ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത എനർജി ലോസ് എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്നുള്ള ടെക്നിക്കൽ സജഷൻസ് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി കൊടുക്കുകയും അത് ഈ പറഞ്ഞ ആൾക്കാർക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള സജഷൻസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് എനർജി ഓഡിറ്റ് എന്ന് പറയുന്നത്. സർ, ഈ എനർജി ഓഡിറ്റ് എല്ലാവരും നടത്തേണ്ടതുണ്ടോ? ഇത് ഒരു മാൻഡേറ്ററി ആയ കാര്യമാണോ അതോ വോളണ്ടറി ആണോ? എനർജി ഓഡിറ്റ് മാൻഡേറ്ററി ആണോ വോളണ്ടറി ആണോ എന്നൊക്കെ എനർജി ഓഡിറ്റ് ഞാൻ പറയുന്ന എനർജി ഓഡിറ്റ് എല്ലാ ഊർജ്ജം ഉപയോഗിക്കുന്ന എല്ലാവരും പരീക്ഷിക്കേണ്ട ഒരു സാധനമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം മാൻഡേറ്ററി ആണോ വോളണ്ടറി ആണോ എന്നുള്ള വന്നതുകൊണ്ട് ഇന്ത്യയിൽ എനർജി ഓഡിറ്റ് ചില ആൾക്കാർക്ക് മാൻഡേറ്ററിയാണ്, ചില സംസ്ഥാനങ്ങളിലും ഇത് മാൻഡേറ്ററി ആയിട്ടുണ്ട്. അത് ഈ എനർജി കൺസർവേഷൻ ആക്ട് പ്രകാരം ഇന്ത്യയിലെ ചില സ്ഥാപനങ്ങളെ ഇൻഡസ്ട്രികളെയെല്ലാം ഡെസിഗ്നേറ്റഡ് കൺസ്യൂമർ എന്നുള്ള നിലയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഡെസിഗ്നേറ്റഡ് കൺസ്യൂമറുകൾക്ക് ഇത് എനർജി ഓഡിറ്റ് എന്ന് പറയുന്നത് മാൻഡേറ്ററിയാണ്. അത് ഡെസിഗ്നേറ്റഡ് കൺസ്യൂമർ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഡെസിഗ്നേറ്റഡ് കൺസ്യൂമർ ആദ്യം ആക്ട് പ്രകാരം ഈ ഡെസിഗ്നേറ്റഡ് കൺസ്യൂമറിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സമയത്ത് ഏതാണ്ട് 420ഓളം അതിനടുത്തുള്ള നമ്പർ ഇൻഡസ്ട്രീസാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ പ്രത്യേകത ഈ 420 ഇൻഡസ്ട്രീസും കൂടെ ചേർന്ന് കൺസ്യൂം ചെയ്യുന്ന ഊർജ്ജത്തിൻ്റെ ടോട്ടൽ അളവെന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ടോട്ടൽ എനർജി കൺസംഷൻ്റെ 60% വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്രൂപ്പിനെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് എനർജി കൺസർവേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കുറച്ച് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നൊക്കെ ഉള്ളൊരു സാധനം. അങ്ങനെയാണ് ഒരു പാഡ് സ്കീം എന്നൊക്കെ പറഞ്ഞ് അത് കുറച്ച് മാറിയാണ്. കാരണം ഇത് ഒരു എനർജി ഓഡിറ്റിൽ കൂടി എനർജി ഓഡിറ്റും എനർജി എഫിഷ്യൻസി പ്രോജക്റ്റും ഒക്കെ ചെയ്തുണ്ടാകുന്ന എനർജി സേവിങ്സിന് ഒരു റിവാർഡും കൂടെ കിട്ടുന്ന തരത്തിലാണ് ഈ പാഡ് സ്കീമൊക്കെ വന്നത്. അതൊരു വേറൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ അതും പ്രകാരം ഇപ്പോൾ ഈ ഒരു 6ഓളം പാഡ് സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഈ എനർജി ഓഡിറ്റും മാൻഡേറ്ററി ഓഡിറ്റ് വെച്ചിട്ട്. മാൻഡേറ്ററി ഓഡിറ്റും അതിൻ്റെ മുന്നോട്ടുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഏതാണ്ട് 26 മില്യൺ യൂണിറ്റ് ഇലക്ട്രിസിറ്റിയും ഏതാണ്ട് 70 മില്യൺ ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഇതുവഴി സേവ് ചെയ്തെന്നാണ് കണക്ക് ഇന്ത്യയിൽ. ഇനി മാൻഡേറ്ററി കേരളത്തിൽ ഇത് എങ്ങനെയാണെന്നുള്ളതാണ്. കേരളത്തിൽ 2011 ഈ എനർജി കൺസർവേഷൻ ആക്ടിൻ്റെ ഒരു ഷെഡ്യൂൾ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് അവരുടെ എനർജി യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ മേൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം 2011 കേരള ഗവൺമെൻറ് ഒരു ഗസറ്റിലൂടെ കേരളത്തിലുള്ള എല്ലാ എക്സ്ട്രാ ഹൈ ടെൻഷൻ കൺസ്യൂമറുകളും എനർജി ഓഡിറ്റ് നിർബന്ധമായും ചെയ്യണം എന്നുള്ള ഒരു നിയമം നിലവിൽ വന്നിട്ടുണ്ട്. നിയമമല്ല, ഒരു ഓർഡറുണ്ട്.
ആ ഓർഡർ പ്രകാരം വളരെ കാര്യമായി തന്നെ എനർജി ഓഡിറ്റുകൾ ഈ ഇൻഡസ്ട്രിയൽ സെക്ടറുകളിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ കേരളത്തിലുള്ള ഈ കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന എനർജി മാനേജ്മെൻറ്റ് സെൻ്ററാണ്. അവരാണ് ഈ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ സ്റ്റേറ്റ് ഡെസിഗ്നേറ്റഡ് ഏജൻസി. അവരാണ് ഇതെല്ലാം ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, ഈ എനർജി ഓഡിറ്റ് കേരളത്തിൽ. സർ, ഈ എനർജി ഓഡിറ്റിനെ കുറിച്ച് കുറച്ചുകൂടി വിശദീകരിക്കാമോ? എന്തൊക്കെ തരത്തിലുള്ള എനർജി ഓഡിറ്റുകളുണ്ട് എന്നെല്ലാം. എനർജി ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ സംവിധാനമാണ്. കാരണം ഊർജ്ജ ഉപയോഗവും അതിൻ്റെ ജനറേഷനും അതിൻ്റെ ട്രാൻസ്മിഷനും എല്ലാം തന്നെ വളരെ എഫിഷ്യൻ്റായിട്ട് നടത്തുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ളൊരു പഠനവും ആ പഠനത്തിലുണ്ടാകുന്ന റിസൾട്ടിനെ ഉണ്ടാകുന്ന റെക്കമെൻഡേഷൻസിനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് ഊർജ്ജ സംരക്ഷണം ഉറപ്പാക്കാനും പറ്റുന്നു എന്നുള്ളതാണ്. എനർജി ഓഡിറ്റിനെ നമുക്ക് അതിൻ്റെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഡീറ്റെയിൽഡ് എനർജി ഓഡിറ്റും, ഒന്ന് ഒരു പ്രിലിമിനറി എനർജി ഓഡിറ്റും. എന്താണ് ഡീറ്റെയിൽഡ് എനർജി ഓഡിറ്റ് എന്ന് പറയുന്നത്? അതിന് മുമ്പ് നമുക്ക് പ്രിലിമിനറി എനർജി ഓഡിറ്റ് എന്താണെന്ന് പറയാം. പ്രിലിമിനറി എനർജി ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നമ്മൾ പോയി ഒരു വാക്ക് ത്രൂ ആ സ്ഥാപനത്തിൽ കൂടെ നമ്മളൊന്ന് കയറി ഇറങ്ങി ഒക്കെ ഒന്ന് നടന്ന് നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു പെട്ടെന്ന് പ്രൈമാഫിഷ്യേ നമ്മൾ കാണുന്ന ചില വിവരങ്ങൾ വെച്ചിട്ട് അവർക്ക് എത്രത്തോളം ഊർജ്ജം സംരക്ഷിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുന്നതിനെയാണ് പ്രിലിമിനറി എനർജി ഓഡിറ്റ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് എനർജി ഓഡിറ്റ് കുറച്ചുകൂടെ ഒരു സഫോസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെൻറ്റഡ് ആയിട്ടുള്ള ഓഡിറ്റാണ്. അത് ഈ പ്രിലിമിനറി എനർജി ഓഡിറ്റും ഡീറ്റെയിൽഡ് എനർജി ഓഡിറ്റിൻ്റെ ഒരു പാർട്ടാണ്. ഈ വാക്ക് ത്രൂവിൽ കൂടെ നമ്മൾ കൂടുതൽ എനർജി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഇൻഎഫിഷ്യൻ്റ് ആണെന്ന് കാണുന്ന ഉപകരണങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ കൂടുതൽ പഠനത്തിന് വിധേയമാക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ, അതായത് എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു സാധാരണഗതിയിലെ ഒരു ഉപകരണം, പഴയ ഒരു ഫാന് കണ്ടു, പഴയതാണ് അതുകൊണ്ട് മാറ്റിക്കളയാം എന്നല്ല എനർജി ഓഡിറ്റിൽ. പഴയതാണെങ്കിലും അത് ചിലപ്പോൾ എഫിഷ്യൻ്റ് ആയിരിക്കാം. അപ്പം നമ്മൾ അതിനെ പഠിക്കും, അത് എത്രത്തോളം എഫിഷ്യൻസി എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അത് നമ്മുടെ സ്റ്റാൻഡേർഡുമായി യോജിച്ച് പോകുന്നതാണോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ അതിനൊരു പ്രപ്പോസലും കാര്യങ്ങളെല്ലാം ജനറേറ്റ് ചെയ്ത് ഒരു പ്രോജക്റ്റ് ജനറേറ്റ് ചെയ്ത് നമ്മളതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെയാണ് രണ്ട് തരത്തിൽ എനർജി ഓഡിറ്റിനെ തിരിക്കാം: ഡീറ്റെയിൽഡ് എനർജി ഓഡിറ്റും പ്രിലിമിനറി എനർജി ഓഡിറ്റും. എനർജി ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ് സർ? എന്താണ് അതിനുള്ള യോഗ്യത? ബേസിക്കലി ഈ പറഞ്ഞ 2001 എനർജി കൺസർവേഷൻ ആക്ടിന് മുമ്പ് ഇതാരാണ് ചെയ്യേണ്ടത്, എന്ത് ക്വാളിഫിക്കേഷനാണ് വേണ്ടത് എന്നുള്ളതൊന്നും ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമം ഇല്ലായിരുന്നു. 2001 ആക്റ്റിൽ ആരായിരിക്കണം എനർജി ഓഡിറ്റർ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതിന് നമുക്കറിയാവുന്ന പോലെ തന്നെ ആക്ട് പ്രകാരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു സംവിധാനമാണ് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. ഈ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ഈ എനർജി കൺസർവേഷൻ ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു ടെക്നിക്കൽ കേഡർ ഇന്ത്യയിൽ ഉണ്ടായി വരണം എന്നുള്ള ആഗ്രഹത്തിൽ ഒരു പരീക്ഷ തുടങ്ങി. ആ പരീക്ഷയുടെ പേരാണ് സർട്ടിഫൈഡ് എനർജി ഓഡിറ്റർ എന്ന് പറയുന്ന പരീക്ഷ. ഈ പരീക്ഷ എഴുതാനുള്ള യോഗ്യത എൻജിനീയറിങ്ങിൽ ബിരുദം ഉണ്ടായിരിക്കണം. ആ ബിരുദം എടുത്തൊരു 3 വർഷത്തെ എനർജി എഫിഷ്യൻസി ഫീൽഡിലോ അല്ലെങ്കിൽ എനർജി ഫീൽഡിലോ എനർജി സെക്ടറിലോ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ എംടെക് ബിരുദാനന്തര ബിരുദം എടുത്തവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് മതി. ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇങ്ങനെ ഈ 3 തരക്കാർക്ക് എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ള അതിൽ ഡിപ്ലോമയോ ബിരുദാനന്തര ബിരുദമോ എടുത്ത ആൾക്കാർക്ക് ഈ പരീക്ഷ എഴുതാം. ഈ പരീക്ഷ 4 പേപ്പറാണ്. അതിനകത്ത് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഉണ്ട്, തെർമൽ എൻജിനീയറിംഗ് ഉണ്ട്, പിന്നെ ഈ ഫോക്കസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് എക്യുപ്മെൻസിൻ്റെയൊക്കെ ഓഡിറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു 4th പേപ്പറുണ്ട്. അതൊരു ഓപ്പൺ ബുക്ക് എക്സാമിനേഷനാണ്. പിന്നെ ജനറൽ ആസ്പെക്ട്സ്, അതായത് ഒരു എന്താണ് വാട്ട് ഈസ് എനർജി എന്നൊക്കെ പറഞ്ഞ പോലെ ചെറിയ ഒരു ബേസിക്സ് ഓഫ് എനർജി എൻജിനീയറിംഗ് കൂടെ ഉള്ള ഈ 4 പേപ്പറാണ്. ഈ 4 പേപ്പറിൽ നമുക്ക് ഈ 3 പേപ്പർ ആദ്യത്തെ ജയിച്ചു കഴിഞ്ഞാൽ അവരെ സർട്ടിഫൈഡ് എനർജി മാനേജർ എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. 4ാമത്തെ പരീക്ഷയും ജയിച്ചു കഴിഞ്ഞാൽ അവരെ സർട്ടിഫൈഡ് എനർജി ഓഡിറ്റർ എന്ന് വിളിക്കും. ഈ സർട്ടിഫൈഡ് എനർജി ഓഡിറ്റർക്കാണ് ഈ പറഞ്ഞ ഓഡിറ്റുകൾ ചെയ്യാനുള്ള യോഗ്യത ഉള്ളതെന്ന് വെക്കുന്നത്. അവിടെ കൊണ്ടും തീർന്നില്ല. ഈ സർട്ടിഫൈഡ് എനർജി ഓഡിറ്റർ പരീക്ഷ പാസ്സാവുന്നവർക്ക് എനർജി ഓഡിറ്റർ ചെയ്യാനുള്ള യോഗ്യതയായി. പക്ഷേ എന്നാൽ അവരെ വീണ്ടും ഈ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും അവനെ വരെ എംപാനൽ ചെയ്യും. ഇപ്പം എനർജി മാനേജ്മെൻറ്റ് സെൻ്റർ ഏതാണ്ട് 40ഓളം എനർജി ഓഡിറ്റ്മാരുണ്ട്. അവരെ എംപാനൽ ചെയ്തിട്ടുണ്ട്. അവരാണ് ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ പോയി എനർജി ഓഡിറ്റ് ചെയ്യുന്നത്. കേന്ദ്രത്തിൻ്റെ ആണെങ്കിൽ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി അവർ അക്രഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് അക്രഡിറ്റഡ് എനർജി ഓഡിറ്റർ എന്ന് പറയും. അവരാണ് ഈ പറഞ്ഞ ഡെസിഗ്നേറ്റഡ് കൺസ്യൂമറിലൊക്കെ ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ചോദിച്ചതിൻ്റെ ഇതിനകത്ത് യോഗ്യത ഈ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർക്ക്
ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ പരീക്ഷ എഴുതാം. പരീക്ഷ പാസ്സായവർക്കാണ് ഈ യോഗ്യത ഉള്ളത്. എനർജി ഓഡിറ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാമോ? എനർജി ഓഡിറ്റിൻ്റെ ബെനിഫിറ്റ് 3 തരത്തിലുള്ള ബെനിഫിറ്റായിട്ട് നമുക്ക് കൂട്ടാം. പ്രധാനപ്പെട്ട ബെനിഫിറ്റ് ഒരു സാധാരണ ഒരു എൻ്റർപ്രണറെയോ അല്ലെങ്കിൽ ഒരു വീട്ട് ഉടമസ്ഥനെയോ സംബന്ധിച്ചിടത്തോളം ഈ എനർജി പൈസ കൊടുത്ത് വാങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങൾ എനർജി ഓഡിറ്റ് ചെയ്ത് എനർജിയുടെ ഉപയോഗം കുറച്ചാൽ പൈസ കുറയും. അത് നമ്മുടെ ബജറ്റിൽ ഒരു ഇതുണ്ടാക്കും, സാമ്പത്തിക ലാഭമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. കാരണം നമുക്കൊരു പ്രോഫിറ്റബിൾ ബിസിനസ്സാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്രക്സ്. അതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചോ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനകത്തൊരു സാമ്പത്തിക ലാഭമുണ്ട്. അതിപ്പോൾ ഒരു മാനുഫാക്ചറാണെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയും. അങ്ങനെ അവന് കുറച്ചുകൂടെ ലാഭം അവൻ ബിസിനസ്സിൽ ഉണ്ടാക്കാൻ പറ്റും. വീട്ടിലാണെങ്കിൽ നമ്മുടെ എനർജി ബില്ല് കുറയും. അത് കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഒന്ന്. രണ്ടാമത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ ഇന്ത്യയെ ആസ് എ ഹോൾ കണ്ട നമ്മൾ ഈ ഊർജ്ജത്തിൻ്റെ കാര്യത്തിൽ സ്വാതന്ത്ര്യം നേടിയവരല്ല. നമ്മളിപ്പോഴും ഏതാണ്ട് 70% മേളിൽ നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങളെ നമ്മൾ വിദേശ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. ഈ ഊർജ്ജത്തിൻ്റെ അളവ് കുറഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ സ്പീഡും കുറയും. അപ്പോൾ നമുക്ക് തൽക്കാലം സ്വന്തമായ ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചെത്തുന്ന സ്ഥലം വരെ നമുക്ക് ഈ മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യണം. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങൾ, ഈ പറഞ്ഞ പോലെ റഷ്യ, അതുപോലെയുള്ള. അപ്പം ഈ എനർജി ഓഡിറ്റ് വഴി നമ്മൾ അങ്ങനെ എനർജി സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് കുറയ്ക്കാൻ പറ്റും. അതായത് ഊർജ്ജ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത കുറച്ചുകൂടി ചെറുതാക്കാം. പിന്നെ നമ്മൾ റിന്യൂവബിൾ എനർജി, സോളാർ, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ജനറേറ്റും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഊർജ്ജ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയാൽ അല്ലാതെ നമ്മൾ ഈ പറയുന്നൊരു ലോകത്തിലൊരു ഡെവലപ്ഡ് രാജ്യമായി വളരാൻ നമുക്ക് പറ്റില്ല. കാരണം അങ്ങനെ വളരുമ്പോൾ ഉണ്ടാകുന്ന ആ ആവശ്യകതയെ നമുക്ക് ഇതിപ്പോൾ രണ്ടാമത് ഈ എനർജി സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സാധനമാണ്. മൂന്നാമത് ഇത് ഊർജ്ജം എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുമെങ്കിലും ഇലക്ട്രിസിറ്റിയൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ഊർജ്ജം എന്ന്. ഇത് ഒരു ഇലക്ട്രിസിറ്റി ഒരു സെക്കൻഡറി ഫ്യൂലാണ്, ഒരു പ്രൈമറി ഫ്യൂലിൽ നിന്നുണ്ടായി വരുന്നതാണ്. ഈ പ്രൈമറി ഫ്യൂല് ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ചങ്ക് പ്രൈമറി ഫ്യൂൽ എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂലാണ്. ഫോസിൽ ഫ്യൂൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഈ മറ്റേ ഭൂമിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിലാണ്. ആ ക്രൂഡ് ഓയിൽ കത്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാർബൺ എമിഷൻ ഇതുപോലുള്ള സാധനങ്ങളുണ്ടാവും. അപ്പോൾ അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്ന ഒരു സാധനത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം ഊർജത്തിൻ്റെ ഉൽപ്പാദനമോ അതിൻ്റെ വിതരണമോ അതിൻ്റെ ട്രാൻസാക്ഷനോ ആണ്. അപ്പോൾ അത് പൂർണ്ണമായും നമുക്ക് കുറയ്ക്കാൻ, അതായത് ഈ പറഞ്ഞ കാർബൺ എമിഷൻ കുറയ്ക്കാനുള്ള നമ്മുടെ ഏറ്റവും നല്ല മാർഗം അതിൻ്റെ കൺസംഷനിൽ കുറയ്ക്കുക എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് സാധാരണ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ 1 യൂണിറ്റ് വൈദ്യുതി നമ്മൾ സേവ് ചെയ്താൽ 3 യൂണിറ്റ് വൈദ്യുതിക്ക് ഇക്വലൻ്റ് ആണെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് അതിനും മേലാണ്. നിങ്ങൾ 1 യൂണിറ്റ് വൈദ്യുതി സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 യൂണിറ്റ് വൈദ്യുതിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള പ്രൈമറി എനർജിയാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. കാരണം ഈ പ്രൈമറി എനർജിയെ ഈ സെക്കൻഡറി എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഏതാണ്ട് 30-35% എഫിഷ്യൻസി നമുക്കുള്ളൂ. അതായത് 100 യൂണിറ്റ് വൈദ്യുതിക്ക് തുല്യമായ ഒരു പ്രൈമറി എനർജി, അല്ല കോൾ ആയിക്കോട്ടെ, അതിപ്പോൾ നമ്മുടെ ഗ്യാസ് ആയിക്കോട്ടെ, പെട്രോളോ ഡീസലോ എന്തോ ആയിക്കോട്ടെ, ഇനി ഹൈഡൽ വെള്ളച്ചാട്ടം ആയിക്കോട്ടെ, എന്താണെങ്കിലും ഇത് ജനറേറ്റ് ചെയ്യുന്ന ടർബൈനും ഓൾട്ടർനേറ്റർ എല്ലാം കൂടെ ഒരു കമ്പൈൻഡ് എഫിഷ്യൻസി 35%-40%. 100 യൂണിറ്റ് വൈദ്യുതിക്ക് തുല്യമായിട്ടുള്ള ഒരു പ്രൈമറി എനർജി കൊടുത്താൽ 30 യൂണിറ്റേ നമുക്ക് കിട്ടുള്ളൂ. ആ 30 യൂണിറ്റാണ് നമ്മുടെ ഇവിടെ വന്ന് 10 യൂണിറ്റ് മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നിലയിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിലും അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ ബെനിഫിറ്റ്. 1 സാമ്പത്തികമായ ലാഭം, 2 നമ്മുടെ ഊർജ്ജത്തിൻ്റെ സെക്യൂരിറ്റി, രാജ്യത്തിൻ്റെ നാഷണൽ എനർജി സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്യും, 3 എൻവറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എനർജി കൺസർവേഷനാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു പാറ്റ് സ്കീം വഴി നമ്മൾ ഏതാണ്ട് 26 മില്യൺ ഈ ഊർജ്ജം നമ്മൾ സേവ് ചെയ്തപ്പോൾ 70 മില്യൺ കാർബൺ ഡൈ ഓക്സൈഡാണ് സേവ് ചെയ്തത്. ഈ 70 മില്യൺ കാർബൺ ഡൈ ഓക്സൈഡ് സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മരങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ എത്രയോ മില്യൺ വരും. അതായത് നമ്മളൊരു വലിയ കാട് കെട്ടിപ്പടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് നമുക്ക് ഈ ഡിമാൻഡ് സൈഡിൽ ഈ സാധനം സേവ് ചെയ്താൽ കിട്ടുന്നത്. എനർജി ഓഡിറ്റുകൾ ഒരുപാട് സാർ നടത്തിയിട്ടുണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരു അനുഭവം ഒന്ന് വിശദീകരിക്കാമോ? നമുക്ക് ഞാനൊരു ഹോസ്പിറ്റലിൻ്റെ കാര്യം പറയാം. നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതാണ്.
ഒരു ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ അവർ ഈ കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കംപ്രസ്ഡ് എയർ 24 മണിക്കൂറും ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ പല ആവശ്യങ്ങൾക്ക് ഈ കംപ്രസ്ഡ് എയർ ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ പ്രഷർ സെറ്റിംഗ് ഒപ്റ്റിമൈസ് ചെയ്തപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു വലിയ ഹോസ്പിറ്റൽ, ഒരു എന്താണ് പറയുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഏതാണ്ട് 1.5 ലക്ഷം രൂപയ്ക്കടുത്താണ് ഒരു മാസത്തെ സേവിങ്സ് അവർക്കുണ്ടായത്. അവർ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് റെഗുലർലി എനർജി ഓഡിറ്റ് ചെയ്യുകയും ഞങ്ങൾ ആദ്യം എനർജി ഓഡിറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് 20% സേവിങ്സ് സജസ്റ്റ് ചെയ്ത സ്ഥലത്ത് ഇപ്പം നമുക്ക് 2% പോലും സജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത നിലയിലേക്ക് എനർജി എഫിഷ്യൻ്റായി മാറുകയും ചെയ്തെന്നുള്ള ഒരു സ്റ്റോറിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻഡസ്ട്രീസിൽ ഇപ്പോൾ ബോയിലർ ഇതുപോലുള്ള കാര്യങ്ങൾ തെർമൽ എനർജി ഉപയോഗിക്കുന്ന സ്ഥലത്ത്, അതായത് പ്രൈമറി എനർജി നേരിട്ട് ഉപയോഗിക്കുന്ന സ്ഥലത്ത് അവരുടെ ബോയിലറിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള എനർജി കോസ്റ്റ് അവർക്ക് കുറയ്ക്കാൻ പറ്റി. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഒരു എനർജി എഫിഷ്യൻസി പ്രോജക്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത ആ ഇൻവെസ്റ്റ്മെൻറ്റ് എനർജി സേവിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കുറച്ച് നാളുകൾ കൊണ്ട് തിരിച്ചു കിട്ടുന്നതാണ്. മറ്റ് പ്രോജക്റ്റുകൾ പോലെ അല്ല. മറ്റേത് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ വേണം ഇത് അങ്ങനെയല്ല. പ്രോഡക്റ്റിൻ്റെ ലാഭം അവിടെ ഉണ്ട്, പക്ഷേ എനർജി കോസ്റ്റിലുണ്ടാകുന്ന കുറവ് കൊണ്ട് നമുക്ക് ഒരു 10, 12 അല്ലെങ്കിൽ 20 മാസം കൊണ്ട് നമ്മുടെ ആ എക്യുപ്മെൻറ്റിൻ്റെ കോസ്റ്റ് തിരിച്ചു വരുന്ന നിലയിലേക്ക് കുറച്ചുകൂടി ഒരു ഫിനാൻഷ്യലി അട്രാക്റ്റീവാണ് എനർജി എഫിഷ്യൻസി പ്രോജക്ട്സ്. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു. എനർജി ടോക്ക് വിത്ത് EMC, അറിവിന് ഊർജം പകരാം. സബ്സ്ക്രൈബ് ചെയ്യുക എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ യൂട്യൂബ് ചാനൽ എല്ലാ വ്യാഴാഴ്ചയും രാത്രി 7 മണിക്ക്.